ഇങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കും. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെന്നാണ് വിചാരിക്കുന്നത്? മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വം എന്തെങ്കിലും ജയിക്കട്ടെ. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ സിനിമയിൽ ഭാസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് ഉൾവിൽ കഴിയുകയും നാട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ്. ഞാൻ ആ കഥാപാത്രത്തിനെ മോഡലാക്കിയത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് തയ്യക്കാരനാണ്. അത് തയ്യക്കാരൻ്റെ രൂപമൊന്നും വന്ന് ചന്ദ്രൻ തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു സൈഡ് ചെയ്യുക ചുരുണ്ട മുടിയും ജുബയും കൊണ്ട് വന്നപ്പോൾ ഏകദേശം കറക്റ്റായിരുന്നു. അങ്ങനെയുള്ള ആളെയാണ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സിനിമയുടെയും ഷൂട്ട് കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് കാണും, സംസാരിക്കുമെങ്കിലും പിന്നെ ചന്ദ്രൻ വന്നത് ഡാനിയുടെ കഥയിലാണ്. ഡാനിയുടെ കഥയിലും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരു പശ്ചാത്തലത്തിലാണ് ആ സിനിമ നടക്കുന്നത്. ഒരു കടലോര ഗ്രാമത്തിൽ ഉള്ള ഒരു ക്രിസ്ത്യാനി, അനാഥനായ ക്രിസ്ത്യാനിയുടെ കഥയാണ് ഡാനി. ഡാനിയുടെ സിനിമയിൽ ഡാനിയുടെ കഥാപാത്രത്തെക്കാളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയ ഡാനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചന്ദ്രൻ പറയുന്നുണ്ട്. നമ്മുടെ പക്ഷേ ശ്രദ്ധിച്ചു കാണാം, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഡാനിയുടെ ജീവിതം. നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യ സമരം നടന്നു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. കുറേ കാലം ഇങ്ങനെ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളായ കുറേ നേതാക്കന്മാർ മാത്രമേ അറിയൂ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമുക്ക് പരിചയമുള്ളവരെയൊന്നും നാട്ടിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അതുപോലെയാണ് ഡാനിയുടെ ജീവിതത്തിൻ്റെ പ്രധാന മുഹൂർത്തങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന ദിവസങ്ങളാണ്. സൗകര്യപ്പെട്ടാൽ ആ സിനിമ ഇന്ന് ഒന്ന് പോയി കണ്ടാൽ EMS മന്ദിൽസ് വന്നതും AK ആന്റണി രാജിവെച്ചതും എല്ലാം ഡാനിയുടെ ജീവിതത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ദിവസങ്ങളൊക്കെ ഡാനിയുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സിനിമ കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. എനിക്കത് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ചന്ദ്രൻ വരുമ്പോൾ പറയുമായിരിക്കും. ഡാനി അഭിനയിക്കുമ്പോൾ മറ്റേ കാര്യം പറയണം. അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. ഡാനി സംസാരിക്കുമ്പോൾ ഡാനി ചോദിച്ചു. ആ സൗഹൃദം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പല സിനിമകളുടെയും കഥയും പറയും. ഇനി അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങളുടെ മുന്നിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കും. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെന്നാണ് വിചാരിക്കുന്നത്? മനുഷ്യരില്ലെങ്കിൽ മനുഷ്യത്വം എന്തെങ്കിലും ജയിക്കണം. അങ്ങനെ ഒരു നീണ്ട സിനിമ ജീവിതമാണ് ചന്ദ്രൻ. 50 വർഷം എന്ന് പറഞ്ഞാൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പകുതി വയസ്സ്, അത്രയും കാലം അതാണ് ശരി. എൻ്റെ പകുതി വയസ്സിലാണ് ചന്ദ്രൻ്റെ സിനിമ പരിചയം, സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ചുമ്മാ പറഞ്ഞു, അത് തമാശ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ കുറച്ച് വയസ്സ് പറയാൻ നോക്കിയതാണ്.